വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില ചോദ്യമൊക്കെ കേട്ടിട്ട് നമ്മൾ ഞെട്ടിയോ ഇല്ലേ? ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ട്. സ്ഥിരമായിട്ട് എഴുതിയവർക്കൊരു മാർക്കുണ്ടാവും. മാർക്കിടുമ്പോഴേ നിങ്ങൾ മാർക്കിട്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ, മാർക്കിടാനായിട്ടില്ല, അത് പറയാൻ മറന്നതാണ്. ഞാൻ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. ഒരു ജുസീനാണ് ശരിക്കും ഒരു മാർക്കുള്ളത്. ഒരു ജുസീനാണ് ഒരു മാർക്കുള്ളത് ശരിക്കും. ഒരു ദിവസം ഒരു ജുസ് ഓതണം, രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ. എവിടെ സമയമല്ലേ? സമയമല്ല അതിൻ്റെ പ്രശ്നം, പിശാചാണ്. പിശാചാണ് പ്രശ്നമല്ല, സമയമല്ല. പിശാചൊപ്പമല്ലോ ഒന്നിനും സമയം ഉണ്ടാവില്ല. ഞാൻ നിസ്കരിച്ചാൽ പൂർണ്ണ സംതൃപ്തനാണ്, അതിലേക്ക് എത്തണം. അതിനാ ഒരു മാർക്ക്. ഇന്നത്തെ നിസ്കാരം ആലോചിച്ചാൽ മതി, എന്നിട്ടൊന്നും മാർക്ക് ഇട്ടാൽ റെഡിയോ. രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട പ്രാർത്ഥന ദിവസവും ചെല്ലാറുണ്ട് എന്നാണ്. 2 പ്രാർത്ഥനയും ചെല്ലാറുണ്ട് എന്നാണ്. വൈകുന്നേരം ചെല്ലാറില്ല. അങ്ങനത്തെ ആൾക്കാരേക്കാര മഹാഭൂരിപക്ഷം ചോദിക്കുമ്പോൾ വൈകുന്നേരം ചെല്ലാറില്ല. രാവിലെ സുബഹി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ചെല്ലും. ചൊല്ലാറില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെ ഗ്രേഡ് സി ഗ്രേഡാണ്, ചൊല്ലാറില്ല എന്ന് പറയുന്ന ആൾക്കാർ. കുട്ടി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അബദ്ധം ചെയ്താൽ ഉത്തരം പുറത്തു കൊടുക്കുന്നതാണ്. ആവർത്തിച്ച് ഉപദേശിക്കുന്ന ടിക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കണം. വീട്ടു ജോലിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാട്, സ്ത്രീകളോടാണ് കാര്യമായിട്ട് ആ ചോദ്യം. ഭാരമേറിയ ജോലിയാണ്, ഭർത്താവ് ജോലി ചെയ്യുന്നത് പോലെ ഒരു ഉത്തരവാദിത്തമാണ്. 3-ാമത്താണ് ഉത്തരം. ഇത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന സഹായമാണ് എന്ന് വിചാരിക്കുക. ആ ഉത്തരം ഒന്ന് എഴുതാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ എന്ത് ചെയ്യുക? ആ വിചാരണത്തിൻ്റെ ഉദ്ഘാടനം കഴിക്കുക. ആ വേണ്ടത്. ഇണയെ തൃപ്തിപ്പെടാനുള്ള വഴി, ഉത്തരം അവരുടെ ത്യാഗങ്ങൾ ഓർക്കുക എന്നാണ്. പുരുഷന്മാരോട് പറയാനുള്ളത്, ഭാര്യമാർക്ക് 1.25 ലക്ഷം ശമ്പളം കൊടുത്താൽ ഓലെടുക്കുന്ന പണിക്ക് ആവൂലല്ലോ. സ്ത്രീകളോട് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ, അവർ ചെയ്യുന്ന സേവനങ്ങൾ, ഭർത്താക്കന്മാർ ചെയ്യുന്ന സേവനങ്ങളുണ്ടല്ലോ, അതിന് 2 ലക്ഷം കൊടുത്താലും എന്ത് ചെയ്യില്ല? ആ സേവനങ്ങൾ പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വീകരിക്കാൻ പറ്റില്ല. ഭർത്താവ് കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ ആദരിക്കും. ഭാര്യ കൂടുതൽ ത്യാഗം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഭർത്താവ് എന്ത് ചെയ്യും? ഭാര്യനെ ആദരിക്കും. നമ്മളെ മേലുള്ള ആൾക്കാരെ മാത്രമുള്ള ആദരിക്കാനും ബഹുമാനിക്കാനും നമുക്ക് എന്ത് ചെയ്യാം? സാധിക്കുക. നമ്മളൊരാളെ അടിമയാക്കി വെച്ചാൽ എന്ത് സംഭവിക്കും? അടിമ അസ്വസ്ഥമാവും. അടിമ അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ ഇണനെ അടിമയാക്കിയാൽ, ഇണ അസ്വസ്ഥമായാൽ പിന്നെ നമുക്ക് എന്തില്ല? നല്ല ജീവിതം ഉണ്ടാവില്ല. ചുരുക്കി പറയണം, മാതാപിതാക്കളുടെ കാര്യത്തിൽ അള്ളാഹു എന്നോട് കോപിക്കും, എന്നെ തൃപ്തിപ്പെടും. ഉത്തരം അറിയും. തൃപ്തപ്പെടുന്ന ഇരിക്കുന്നത് തൃപ്തിപ്പെടും എന്നാണ്. ടീച്ചർമാരോടാണ് അടുത്ത ചോദ്യം. ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മുന്നൊരുക്കം കൃത്യമായി ചെയ്യാറുണ്ടെന്നില്ലാണ് മാർക്ക്. സമയം കിട്ടുമ്പോൾ ചെയ്യണത് ആവശ്യമായി വരാറില്ല എന്നുള്ളതൊക്കെ എന്താണ്? ട്രെയിനിങ് സംബന്ധമായി നമുക്ക് അറിയണതാണ്. അത് മോശം ഉത്തരങ്ങളാണ്. 10-ാമത്തെ സാന്ദർഭികമായ പ്രാർത്ഥനകൾ. ഭക്ഷണം കഴിച്ചാൽ ആലോചിച്ചാൽ മതി, ബിസ്മില്ലയെന്നൊന്നും. അതാണ് സാന്ദർഭികമായ പ്രാർത്ഥന. ബാത്റൂമിൽ പോയത് ആലോചിച്ചാൽ മതി, മുമ്പ് പ്രാർത്ഥന എല്ലിട്ടാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കടന്നതെന്ന് ആലോചിച്ചാൽ മതി. സമയം കഴിഞ്ഞ് ഓർമ്മ വരാറുണ്ട്. പല ആളുകൾക്കും അങ്ങനെ ഉണ്ടായാൽ മഹാഭൂരിപക്ഷം അതായിരിക്കും. സമയം കഴിഞ്ഞിട്ട് അപ്പോൾ ഓർമ്മ വരും. ഇബ്ലീസ് അപ്പണ് വരും, ചെല്ലിയില്ലല്ലോ നോക്കും, നിരാശപ്പെടുത്താം. ശ്രദ്ധയിൽ വരാത്ത ആളുകൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല. പ്രസ്താവ്യമല്ലാത്ത വിഭാഗമാണിത്, ശ്രദ്ധയിൽ വരാത്ത ആളുകൾ. അപ്പോൾ നമ്മളൊന്നും കൂടി ജാഗ്രത പാലിക്കണം. അപ്പോൾ ഇനി ആ കടലാസ് മടക്കിക്കുക, എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക.
നമ്മൾ മൊബൈലിൽ ഇങ്ങനെ അപ്ഡേഷൻ വരിക, അപ്ഡേഷൻ പറയില്ലേ, ചില ആളുകൾ ക്യാൻസൽ ചെയ്യും പെട്ടെന്ന്, ചില ആളുകൾ അപ്ഡേഷൻ ആവശ്യമായിരിക്കും, സമയം ഉണ്ടാവില്ല, അപ്പം ലേറ്റർ അടിക്കും. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, ഇപ്പം ചെയ്യാൻ നടക്കുമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഉടൻ ചെയ്യും. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നമ്മളെ എങ്ങനെ പ്രതികരിക്കുക? നിങ്ങൾ ആലോചിച്ചാൽ മതി, എങ്ങനെ പ്രതികരിക്കുക? നമുക്ക് ഓരോ ഖുർആൻ ക്ലാസ്സും ഓരോ വാദും യൂട്യൂബിലെ ഓരോ പ്രഭാഷണങ്ങളും എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്? നമ്മൾ അപ്ഡേഷന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ കേട്ടതിനനുസരിച്ച് മാറുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആരായിരിക്കും, നിങ്ങളാരായിരിക്കും? കേട്ടതിനനുസരിച്ച് മാറുകയാണെങ്കിൽ കോറി ഉണ്ടാവില്ല, കോറിയിൽ മഴക്കാലത്ത് വെള്ളം നിൽക്കൂലേ, വേനൽക്കാലത്ത് കോറി ഉപയോഗിക്കാത്ത കോറിയാണെന്ന് വെച്ചാൽ ചെന്ന് കൈ ഇങ്ങനെ ഇട്ടാൽ ഒരു പച്ച സാധനങ്ങൾ ഉണ്ടാവില്ലേ? അതേപോലെ ഈ ഇൽമ് വല്ലാതെ മനസ്സിൽ തളം കെട്ടി നിന്നാൽ എന്തു ചെയ്യും? അത് ഉപയോഗിക്കണില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അട്ടപ്പാവ് എന്ന് പറയാം, അതേപോലെ എന്തു ചെയ്യും? ഇങ്ങനെ ഉണ്ടാവും. തൊട്ടിയിൽ വെള്ളം വെച്ചാൽ പിന്നെ എന്ത് വരും? കൊതുക് വരും, കൊതുക് മുട്ടടും, ഉണ്ടാവില്ലേ? അതേപോലെ നമ്മൾ ഇൽമ് ശേഖരിക്കുന്നത് നിർത്തണം എന്നല്ല, ഇനി മുതൽ നമ്മളൊരറിവ് ശേഖരിക്കണമെങ്കിൽ അതവിടെ ഉണ്ടാകണം, നമ്മളെ ജീവിതത്തിലുണ്ടാകണം. ഇല്ലെങ്കിലോ നമ്മൾ ആ അറിവ് ഉപയോഗിച്ചോ എന്നില്ല വലിയൊരു ചോദ്യം മഹ്ശറയിലുണ്ട്. അത് വന്നാൽ പരാജയപ്പെടും. ഈ അപ്ഡേഷൻ ആരാ തടുക്കുന്നത്? അടിക്കുന്നത് പിശാച്. അവൻ നമ്മൾ അപ്ഡേറ്റഡ് ആകണത് എന്തില്ല, ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ എന്തു ചെയ്യും? പിന്നെ പറഞ്ഞിട്ട് എന്തു ചെയ്യും? പോകും. സുയ്യിന ലഹുമു ശൈത്വാന അഅ്മാലഹും. ഞാൻ സ്കൂൾ ഓഫ് ഖുർആനിൽ കുട്ടീനെ ചേർത്തിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് പഠിക്കേണ്ടത് ഞാൻ എല്ലാ ത്യാഗവും ഞാനാ സഹിക്കണത്. രാവിലെ എഴുന്നേൽക്കലുണ്ട്, 3 റക്അത്ത് വിത്ർ നിസ്കരിക്കലുണ്ട്, ഖുർആൻ കഴിയണ സമയത്തൊക്കെ ഓതലുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അയൽപ്പക്കത്തേക്ക് ഇങ്ങനെ നോക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇങ്ങനെ നോക്കും. അപ്പോൾ അവളത് ചെയ്യണില്ല, ഇവനിത് ചെയ്യണില്ല, മറ്റവനിത് ചെയ്യണില്ല, ആ പാരമേലെ ഞാൻ. അപ്പം നിറഞ്ഞു, ബക്കറ്റ് നിറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു കപ്പും കൂടി ഒഴിച്ചാൽ ഒരു കപ്പ് എന്ത് ചെയ്യേണ്ടി വരും? പോകേണ്ടി വരും. ഈ ബക്കറ്റ് കൊണ്ടുപോയി നമ്മൾ ഡ്രമ്മിൽ ഒഴിച്ചാലോ പിന്നെ എത്ര ബക്കറ്റ് വേണ്ടി വരും? ഇപ്പം നമ്മളെ ബക്കറ്റൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പതുക്കെ കൊണ്ടുപോയിട്ട് ആ ഈമാൻ്റെ ബക്കറ്റ് എവിടേക്ക് ഒഴിക്കണം? ഡ്രമ്മിൽ ഒഴിക്കണം. എന്നിട്ട് ബാക്കി ഈമാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ രക്ഷപ്പെടും. അതൊക്കെ അറിയണമെങ്കിൽ എന്താ പറയുക, ഏറ്റവും അടുത്ത ആൾ നാളെ അയാളെ പച്ച മണ്ണിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു വന്ന് അയാളിരിക്കേണ്ട കസേര ബ്ലാങ്ക് ആവുമ്പോൾ, അയാൾ കിടക്കേണ്ട കട്ടിൽ ബ്ലാങ്ക് ആവുമ്പോൾ, അയാളുടെ ഡ്രസ്സ് ഇങ്ങനെ അലമാരയിൽ ഇങ്ങനെ അടുക്കി വെച്ചത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതവിടെ വരുന്നതിന് പകരം ഇവിടെ വന്നിക്കണമെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഈ റൂഹ് പിടിക്കൽ അവിടെ വരുന്നതിന് പകരം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്നത് ആലോചിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്ഡേഷൻ്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുക. എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്? ആദ്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സ്വഭാവം. എല്ലാവരുടെ സ്വഭാവം സൽസ്വഭാവമാണോ? ഞാൻ എന്നോട് ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുക, എൻ്റെ സ്വഭാവം സൽസ്വഭാവമാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? 100% ആണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സ്വഭാവം എവിടെ? രാവിലെ നീറ്റാൽ നാവ് വിനയത്തോടു കൂടി നാവിനോട് അവയവങ്ങളൊക്കെ പറയും, ഇന്ന് മോശാക്കല്ല അറിയും, ഇന്ന് മോശാക്കല്ലേ, ഈ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അവിടെ നരകത്തിൽ. അതുകൊണ്ട് ഈ പറയണതൊന്ന് സൂക്ഷിച്ച് പറയണമെന്ന് വിനയത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നാവ് അടക്കി നിർത്തിയാൽ തന്നെ എന്തു ചെയ്യും? പകുതി രക്ഷപ്പെട്ടു.
ആണല്ലോ. ഞാൻ എന്നോടാ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. അതിന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് കഴിയൂല നിങ്ങളത് ആലോചിക്കാൻ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എന്തു ചെയ്യും? മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളെ നിലപാടുകൾ എന്ത് ചെയ്യണം? നമ്മൾ കംഫർട്ട് സോണിലല്ല. നമ്മൾ ഈ പോക്ക് പോയി ഇന്ന് വൈകുന്നേരം മറിഞ്ഞു വീണ് മരിച്ചാൽ നരകത്തിലായിരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾക്കുള്ളൂ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുക, അല്ലേ? നമ്മൾ സ്ഥലത്ത് പോയി കുടുങ്ങിയെന്ന് അറിയണത് വരെ എന്തു ചെയ്യും? അവിടെ നട്ടം തിരി. കുടുങ്ങിക്കണമെന്ന് മനസ്സിലാവുമ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യുക? അപ്പോഴാണ് ആലോചിക്കുക. അപ്പം നമ്മളൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ പിശാച് തോന്നിപ്പിക്കും, ഇവിടെ താരതമ്യേന ചെയ്യുന്നവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ അവിടെ പോവും, സ്വർഗത്ത് പോകുമെന്ന് വിചാരിക്കണോടുകൂടി എന്തു ചെയ്യും? ഒക്കെ അവിടെ സ്റ്റോപ്പാക്കും. ഉള്ള മാതിരി അങ്ങനെ എന്തു ചെയ്യും? മുന്നോട്ട് പോകും. അതിൽ നിന്ന് മാറി നരകത്തിൻ്റെ ഇച്ഛയാകുന്ന മറ പൊളിച്ച് സ്വർഗത്തിൻ്റെ ത്യാഗമാകുന്ന മറ വിടർത്തിയെടുത്തിട്ട് എവിടെ പോകണം? സ്വർഗത്തിലേക്ക് പോകണം. ഇത് ഞാൻ ചെയ്തത് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനമാണ് എന്ന് ഇന്നൊരു പ്രവർത്തനം ചെയ്തിട്ട് ആലോചിച്ചോ? ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ആലോചിച്ചിട്ടില്ലെങ്കിലോ? ആദത്തുണ്ട്, ഇബാദത്തുണ്ട്. ആദത്ത് എന്താ? അതിങ്ങനെ വരും, ഇങ്ങനെ പോവും. അതിങ്ങനെ വരും, നിയത്തുണ്ടാവില്ല. അസറാകും, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നീക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഒതുടുക്കും, ഓട്ടോമാറ്റിക്കായി നിസ്കരിക്കും, തിരിച്ചു വരും. ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ പൊളിച്ചെഴുതിയിട്ട് ഓരോ ഇബാദത്തിനെയും ബോധപൂർവം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നിസ്കാരം ശരിയാവുമ്പോഴാണ് എന്ത് ചെയ്യുക? നിസ്കാരം എന്താ? മുനാജാത്ത്. നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് കണ്ണ് തന്ന, കാത് തന്ന, ഈ ലോകത്തെ പടച്ച് ശരിയാക്കിയ, നമുക്ക് ആകാശത്തെ മേൽപ്പുരയാക്കി തന്ന അള്ളാഹുവിനോടുള്ള നേരിട്ടുള്ള സംഭാഷണത്തിന് പറയുന്ന പേരാണെന്ത്? മുനാജാത്ത്. ആ സംസാരമാണോ ലോഹിറിന് നടന്നത്? ആ സംസാരമാണോ റവാത്തിബിൽ നടന്നത്? ആ സംസാരമാണോ സുബഹിന് നിന്നപ്പോൾ നടന്നത്? ആണോ? നമ്മൾ ആലോചിക്കണം. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വലിയൊരു കേസുള്ള ആൾ SI ഇങ്ങനെ അവനോട് സംസാരിക്കുമ്പോൾ അവൻ അവിടെയെല്ലാം നോക്കി എന്താ എങ്ങനെ ഉണ്ടാവും? അല്ലാഹു തആല നമുക്ക് മറുപടി പറയുന്നുണ്ട്. എപ്പോൾ? ആത്മാർത്ഥമായി നിസ്കരിക്കുന്ന, ഫാത്തിഹ ചൊല്ലുന്ന ആളോട് അല്ലാഹു തആല മറുപടി പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഹമദനി അബ്ദി എന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നമസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിലുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു അത് ആലോചിക്കണം. ഭാര്യയോട് ഇന്നെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാലോ? നിങ്ങളെ ഭാര്യമാരോട് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാലോ? ഭർത്താക്കന്മാരോട് ഭാര്യമാരെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാലോ? 100ൽ 100 മാർക്ക് തരുന്നിടത്തേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവത്തെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഏത് പ്രതികൂല നമുക്ക് 2 തരം റിസ്ക്കുണ്ട്. ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. 2 തരം റിസ്ക്ക്. അത് മനസ്സിലായാൽ നമ്മൾ ഈ വരവ് മുതലായി. അത് മനസ്സിലായ ഒന്ന് റിസ്ക്കുൽ അബ്ദാൻ, ശരീരത്തിനുള്ള റിസ്ക്ക്. അത് കഴിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നത്. നീ കുറച്ച് കഴിഞ്ഞ ലേശം വെള്ളം കിട്ടിയില്ലെങ്കിൽ ആകെ അസ്വസ്ഥാവും. കുറച്ച് കഴിഞ്ഞ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നേ കയറാം. ആകെ ഫീഡ്ബാക്കിൽ വരും ചായ കിട്ടിയില്ലെങ്കിൽ. ആ റിസ്ക്കുൽ അബ്ദാൻ. റിസ്ക്കുൽ ഖുലൂബ് ഉണ്ട്. റിസ്ക്കുൽ ഖുലൂബ് തോണി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ശരിക്കും ശ്രദ്ധിച്ചോളൂ. റിസ്ക്കുൽ ഖുലൂബ് എന്താണ്? നമ്മൾ 2 ലോകത്താണ് ജീവിക്കണത്. ആത്മീയ ലോകത്തുനിന്ന് ആത്മാവ് വന്നു, ഉമ്മാൻ്റെ വയറ്റിക്ക് ഇൻസ്റ്റാളായി. ഇനി ആത്മാവ് അൺഇൻസ്റ്റാൾ ആവുമ്പോൾ നമ്മൾ മറിഞ്ഞു വീഴും, മരിക്കും, മയ്യത്താവും, കുളിപ്പിക്കും, കൊണ്ടുപോകും, കഫൻ ചെയ്യും, എന്ത് ചെയ്യും? മറവിയും. തസ്ബീത്ത് ചൊല്ലിയാണ്ട് എല്ലാവരും തിരിച്ചു പോകും. ഈ ആത്മാവിനെ പോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുക? റിസ്ക്കുൽ ഖുലൂബ് ശേഖരിക്കുക എന്ന് പറഞ്ഞത്. അത് ദിക്റുല്ലാഹ്, ഖിറാഅത്തുൽ ഖുർആൻ, അസ്സലാത്ത്, ഹുസ്നുൽ ഖുൽഖ്,
അതൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്ത്? നമ്മുടെ യഥാർത്ഥ ഭക്ഷണം. ആ ഭക്ഷണത്തിൽ നമ്മൾ കുറവ് വരുത്തിയാൽ ആത്മാവ് മെലിഞ്ഞൊട്ടും, ആത്മാവിന് നിരാശ വരും, ആത്മാവ് ഡിപ്രഷനിലാവും, ആത്മാവിന് ആശങ്ക കൂടും, ആത്മാവിന് ഭയം വർദ്ധിക്കും. ആത്മാവിനെ വസ്വാസിലാക്കാൻ ആർക്ക് കഴിയും? നമ്മളെ ചുറ്റും ഒരു മതിലിങ്ങനെ ഉണ്ട്, അമലിൻ്റെ ഒരു മതിൽ. ആ മതിൽ പൊളിച്ചിട്ട് വേണം ആർക്ക് വരാൻ? പിശാചിന് വരാൻ. നമ്മൾ വളരെ വലിയൊരു യുദ്ധം നടക്കുകയാണ്. കോട്ടക്കുള്ളിലാണ് ആളുകളൊക്കെ. എന്നിട്ട് ഉള്ളിലുള്ള ആളുകൾ കോട്ടൻ്റെ മതിൽ പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഉള്ളിലുള്ള ആളുകൾ കോട്ടൻ്റെ മതിൽ പൊളിച്ചാൽ പ്രശ്നമല്ലേ? യുദ്ധം തോൽക്കൂലേ? നമ്മൾ ഉള്ളിലാണ്. നമുക്ക് ചുറ്റും അധികാരൻ്റെ മതിലുണ്ട്, സൽസ്വഭാവത്തിൻ്റെ മതിലുണ്ട്. അതിന് വിള്ളൽ വരുത്താതിരുന്നാൽ മാത്രമേ ഉള്ളൂ ശത്രുവായ പിശാച് എന്ത് ചെയ്യുക? നമ്മളെ പിടിക്കാതിരിക്കുക. അവിടെ വായിച്ചത് ഓർക്കുന്നുണ്ട്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്ന് അർത്ഥമുണ്ട്, ഹർബ് നടക്കുന്ന സ്ഥലം എന്ന് അർത്ഥമുണ്ട്. ഹർബ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം നടക്കുക. നിസ്കാരത്തിൽ ആരോടെ യുദ്ധം ചെയ്യണേ? പിശാചിനോട്. നിസ്കാരം ശരിയാക്കിയാൽ സൽസ്വഭാവിയാകും, സൽസ്വഭാവിയായാൽ നിസ്കാരം ശരിയാവും. നമ്മൾ നിസ്കാരം ശരിയല്ലെങ്കിൽ സൽസ്വഭാവത്തിൻ്റെ ഏതോ വശം നമുക്ക് പോയിട്ടുണ്ട്. സ്വഭാവം ശരിയല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഏതോ വശം എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു വിചാരം, ഈ ഒരു വികാരം ഉണ്ടായി നമുക്കൊരാത്മാവുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്ന് രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട അദ്കാറുകളൊക്കെ ചൊല്ലി ഏറ്റവും കൂടുതൽ അല്ലാഹു തആലയോട് നേരിട്ട് സംസാരിക്കുന്നവരായി മാറുക. ദിക്റുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതൊക്കെ ചൊല്ലി ജീവിക്കുന്നവന് എന്തുവരും? കൽബിൻ്റെ റിസ്ക് പൂർത്തിയാകും. കൽബിൻ്റെ റിസ്ക് പൂർത്തിയാകും. നിങ്ങൾ നോക്കിക്കോളി, അയാൾ സ്വർഗക്കാരനെ പോലെ സമാധാനത്തിൽ ജീവിക്കും. സ്വർഗക്കാരനെ പോലെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും. അയാൾക്കൊരു ടെൻഷനും ബാധിക്കൂല. റിസ്ക് ശരിക്ക് റിസ്കുൽ ഖുലൂബ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ മനസ്സ് പിന്നെ അനങ്ങൂല. അലാ ബിദ്ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയം ശാന്തമാകണോ? ദിക്ർ വേണം. ആ ദിക്റിൻ്റെ വഴിയിലേക്ക് സ്കൂൾ ഓഫ് ഖുർആനിലെ രക്ഷിതാക്കളും സ്കൂൾ ഓഫ് ഖുർആനിലെ ടീച്ചേഴ്സും വരുന്നതോടുകൂടി പൂർത്തിയാവും നമ്മുടെ മുന്നോട്ട് പോക്കിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമസ്കാരത്തിൽ മുഴുവൻ ചെല്ലാൻ കിട്ടും. നമസ്കാരത്തിലേ ആ അല്ലാഹുമ്മ ബാഇദ് ബൈനി കഴിഞ്ഞിട്ട് പിന്നെ എഴുത്തിദാലിലെ പ്രാർത്ഥന ഓർമ്മ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ കുഴപ്പമില്ല. നമ്മളെ പിടിക്കാൻ മാത്രം, പിശാച് നമ്മളെ പിടിക്കാൻ മാത്രം നമ്മൾ ദുർബലരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് മസിൽ പിടിച്ചോണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. നിസ്കാരത്തിലെ പ്രാർത്ഥന ചെല്ലാൻ കഴിയൂല, മസിൽ പിടിച്ചോണ്ട് ചെല്ലാൻ പറ്റില്ല. അതിനെന്ത് ചെയ്യണം? ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, ദുആ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ രാവിലെ 100 വട്ടം ചൊല്ലി നമ്മളൊരു സുരക്ഷയുടെ മതിൽ തീർത്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് നമസ്കാരത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വമ്പം പരാജയമാണ്, വിജയികളേ അല്ല. കാരണം നമസ്കാരത്തെക്കുറിച്ച്, നാളെ കർമ്മത്തെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ ആദ്യം വിചാരണ ചെയ്യുന്നത് നമസ്കാരമായിരിക്കും. അത് നന്നായാൽ ഫൈൻ സ്വലഹത്, നന്നായാൽ അവൻ വിജയിച്ചു, അവൻ രക്ഷപ്പെട്ടു. അത് മോശമായാൽ അവൻ പരാജയപ്പെട്ടു. മൂക്കുകുത്തി നടക്കുന്നൊരവസ്ഥ ഉണ്ടാവും. മൂക്കുകുത്തി നരകത്തിലേക്ക് വീഴുന്ന അവസ്ഥ ഉണ്ടാവും. നരകത്തിൽ മുഖം തിരിച്ചിടുന്ന അവസ്ഥ ഉണ്ടാവും. നരകത്തിലെ പാനീയം കുടിക്കുമ്പോൾ മുഖത്തുള്ളത് ഉരുകിച്ചാടുന്ന അവസ്ഥയുണ്ടാകും. നരകത്തിലെ പാനീയം കുടിച്ചാൽ വയറിലുള്ളത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ മനുഷ്യന് നരകത്തിൽ വരുന്ന ശിക്ഷകളാണ്. രക്ഷപ്പെടണമെങ്കിൽ ഈ പോക്ക് പോയാൽ നമ്മളാരും രക്ഷപ്പെടുകയില്ല. അങ്ങനെ തന്നെ വിചാരിക്കണം. രക്ഷപ്പെടണോ? ഇതിൻ്റെ 10 ഇരട്ടി അമൽ ജീവിതത്തിൽ വേണമെന്നൊരു ടാർഗറ്റ് ഉണ്ടാകണം. എത്താൻ പറ്റും.
അതിന് പിശാച് നമ്മെ വിട്ടുപോകണം. അവൻ കാണിക്കുന്ന ചെറിയ ചെറിയ ദുനിയാവിലെ ആശകൾ അവൻ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ അതിലേക്ക് കണ്ണു മഞ്ഞളിച്ചു നോക്കാതിരിക്കണം. ഇതൊക്കെ താൽക്കാലികമാണ്. ഇവിടെ വന്നു, ടോയ്ലറ്റ് നിങ്ങളുടേതാണോ? ഇരിക്കുന്ന സീറ്റ് നിങ്ങളുടേതാണോ? ഈ നടക്കുന്ന സ്ഥലം നിങ്ങളുടേതാണോ? അല്ല. ഇതേപോലെ ഈ മഹാപ്രപഞ്ചവും ഈ ശരീരവും നമ്മുടേതല്ല. ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്. ഭൂമിയിലും ആകാശത്തിലുമുള്ളത് മുഴുവൻ ആരുടെ ഉടമസ്ഥതയിലാണ്? നമ്മുടെ ആത്മാവ്. ആ ആത്മാവിനെ പരിചരിക്കാനും അതിനെ പരീക്ഷിക്കപ്പെടുമ്പോൾ വിജയിക്കാനുമാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. നല്ല പുതിയ ഒരു കാറ് കൂട്ടുകാരൻ്റെ ഉണ്ടായിരുന്നു. കൊണ്ടുപോയി ഒരൊറ്റ ഇടി 2 കഷ്ണമായി തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ എന്താ പറയുക? പരിശുദ്ധമായ ഒരാത്മാവിനെ നമ്മുടെ കുഞ്ഞു ശരീരത്തിലേക്ക് അല്ലാഹു തആല തന്നു. ഇനി ആത്മാവ് ഈ ശരീരത്തിലുണ്ട്. നമ്മൾ പ്രവർത്തിച്ച ചെയ്തികൾ കൊണ്ട് ആ കാറ് 2 പൊളിയായതിനേക്കാൾ മോശമായി ഈ ആത്മാവിനെ തിരിച്ചെടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടിയ ആത്മാവിനെ കേടുവരാതെ തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. നമുക്ക് ഒരാൾക്ക് നല്ലൊരു കച്ചവടം ഉണ്ടായിരുന്നു ഗൾഫിൽ. ആ ഗൾഫിലെ കച്ചവടം അയാൾ ഒരാൾക്ക് കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കച്ചവടം ദാനം ചെയ്ത ആൾക്ക് രോഗം വന്ന് അയാളെ കാണാൻ പോവാണ്. കച്ചവടം കിട്ടിയ ആൾ ഫ്രീ ആയിട്ട് കൊടുത്ത ലൈസൻസൊക്കെ അയാൾ ശരിയായി കൊടുത്ത് കാണാൻ പോകുമ്പോൾ ഇക്കാക്ക് ഈത്തപ്പഴം ഇഷ്ടമാണ്, അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണ്, കുട്ടിക്ക് ഒരു കാറ് വാങ്ങാം, ഭാര്യയ്ക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങാം, മൂത്ത മോളുണ്ടല്ലോ അവൾക്കൊരു വാച്ച് വാങ്ങാം, ഇങ്ങനെയൊക്കെ വാങ്ങൂലേ? മൊത്തം വാങ്ങിക്കൊണ്ടുപോലെ. ഇതേപോലെ നമുക്ക് തല തന്ന, കണ്ണ് തന്ന, കാല് തന്ന, നമുക്കിവിടെ ഒരു ജീവിതം തന്ന, ഉപ്പയെ തന്ന, ഉമ്മയെ തന്ന അള്ളാഹുവിലേക്ക് മരണത്തോടുകൂടി നമ്മൾ തിരിച്ചു പോകുക. തിരിച്ചു പോകുമ്പോൾ അള്ളാഹ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്താ കയ്യിലുള്ളത്? അവിടുന്ന് ലേശം തഹജ്ജുദ്, ഇപ്പുറത്തുനിന്ന് കുറച്ച് ദിക്റ്, അപ്പുറത്തുനിന്ന് കുറച്ച് അദ്കാറ്, ഇപ്പുറത്തുനിന്ന് കുറച്ച് സൽസ്വഭാവം, ഇപ്പുറത്തുനിന്ന് പിന്നെ സദഖ, ഇപ്പുറത്തുനിന്ന് സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ. ഇതൊക്കെ താല്പര്യത്തോടുകൂടി വാരിക്കൂട്ടി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ ആ ഇഖ്ലാസിൻ്റെ ഭാണ്ഡം തുറക്കാൻ കഴിഞ്ഞാൽ ഹിസാബ് എളുപ്പമാകും, മീസാൻ കനം തൂങ്ങും, കിതാബ് സമ്പന്നമാകും, സിറാത്തിലൂടെ കാറ്റിൻ്റെ വേഗത്തിലൂടെ കടന്നു പോകാൻ പറ്റും. നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദിലെ വെള്ളം കുടിക്കാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി സ്വർഗത്തിലെത്താൻ സാധിച്ചാൽ എത്ര വലിയ സൗഭാഗ്യമാണ്. അങ്ങൊന്നിനെ ഇഷ്ടപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ട്രെൻഡിനെ സ്വീകരിക്കണം. നമ്മളെ ഉപദേശിക്കുന്നവർ ദീനിനനുസരിച്ച് ഉപദേശിക്കുന്നവരാകണം. ഇങ്ങനെ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഈ കുടുംബത്തിൽ ആരെങ്കിലും നരകത്തിലേക്കും ആരെങ്കിലും സ്വർഗത്തിലേക്കും വേർതിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ആലോചിച്ച്, നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് എത്രത്തോളം സങ്കടപ്പെടേണ്ടി വരും നാളെ പരലോകത്ത്. അതുകൊണ്ട് തന്നെ ഒത്തൊരുമിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും നല്ല അവസരമായി സ്കൂൾ ഓഫ് ഖുർആനെ തിരഞ്ഞെടുത്ത് ഇതിൻ്റെ കൂടെ അവസാനം വരെ നിലനിന്ന് ഇതിൻ്റെ മുഴുവൻ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തി ആ സ്വർഗത്തിലേക്ക് ആ വിശാലമായ വാതിലിലൂടെ മലക്കുകളുടെ സലാം കേട്ട് കടന്നു പോകുന്ന ആളുകളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നഷ്ടക്കാരിൽപ്പെടാതെ, നരകക്കാരിൽപ്പെടാതെ രക്ഷപ്പെടുന്ന ആളുകളായിരിക്കണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഇവിടെ അനുഭവിച്ച ഓരോ വിയർപ്പ് തുള്ളിക്കും എമ്പാടും പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലുള്ള നിയ്യത്തിനെ നന്നാക്കാനുള്ള തൗഫീക്കിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുമക്കളെ
ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുത്ത് അവിടെ കൂട്ടത്തോടുകൂടി കുടുംബത്തോടുകൂടി സ്വർഗത്തിൽ ഉല്ലസിക്കാനുള്ള ഒരു കുടുംബമാക്കി അല്ലാഹു തആല നമ്മുടെ കുടുംബത്തെ മാറ്റി തീർക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.